മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരമ്പ്രയിലെ സമാന്തര വിദ്യാലയമായിരുന്ന യുവത കോളേജ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം യുവത സംഗമം എന്ന പേരിൽ ജാനകിക്കാട് മഴവിൽക്കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ചു. പൂർവ്വ അധ്യാപകരായ 5 പേർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിലെ ആദ്യകാല സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സ്ഥാപനമായ യുവത കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് രൂപീകരിച്ച യുവത സംഗമം കൂട്ടായ്മയുടെ 4ാമത് വാർഷിക ഒത്തുചേരൽ ജാനകിക്കാട് മഴവിൽക്കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ചു. KC രാജീവൻ അധ്യക്ഷത വഹിച്ചു. യുവതയിലെ പൂർവ്വാധ്യാപകരായ KC രാഘവൻ മാസ്റ്റർ, അച്യുതൻ മാസ്റ്റർ, ശശിധരൻ മാസ്റ്റർ, ഇമ്പിച്ചാലി മാസ്റ്റർ, മുരളീധരൻ മാസ്റ്റർ, രാമചന്ദ്രൻ മാസ്റ്റർ, മോഹനൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ആ കാലത്ത് ഞങ്ങളൊക്കെ ഒരേ ശരീരവും ഒരേ മനസ്സുമായി യുവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ആ ബന്ധം ഇപ്പോഴും തുടരുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതിൽ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകൾ 3-4 ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ തുടക്ക കാലത്താണ് യുവതയിൽ വന്നത്. ആ കാലത്ത് വളരെ കുറച്ച് കുട്ടികളും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാവരും പിന്നീട് വന്ന ആളുകളായതുകൊണ്ട് തന്നെ എന്നെ പരിചയമുള്ള ആളുകൾ കൂടുതൽ വളരെ കുറവാണ്. പക്ഷേ എല്ലാ സംഗമങ്ങളിലും നിങ്ങൾ വിളിക്കുമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. യുവതയുടെ 1ാം വാർഷികം പഴയ UP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയതിന് ശേഷം നമ്മൾ കല്ലോട്ടേക്ക് വന്നതിന് ശേഷം വന്ന ആദ്യത്തെ ഒരു വാർഷികാഘോഷം ഉണ്ടായി. ഒരു തുറന്ന പുസ്തകത്തിൻ്റെ രൂപം അതിൻ്റെ പ്രതിച്ഛായയായി നിഴലായി വരത്തക്ക വിധം നമ്മൾ പിന്നാമ്പുറത്തൊരുക്കി. പിന്നീട് നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന യുവതയുടെ മുറ്റത്ത് വെച്ച് നമ്മളത് നടത്തിയപ്പോൾ അന്നതിൻ്റെ പ്രാർത്ഥന ചൊല്ലിയ കുട്ടിയുടെ രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. വാണി മണി ദേവി സരസ്വതി തുളുമ്പി എത്തി നിൽക്കണേ നാവിൻ കൊണ്ട് കത്തിത്തെളിഞ്ഞു നിൽക്കണേ ദീപനാടുമ്പോൾ കർക്കടത്തിൽ. കൂടുതലൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല എന്നെനിക്ക് മുമ്പ് സംസാരിച്ച രാഘവ മാഷും വിദ്യാലയ മാഷെല്ലാം പറഞ്ഞല്ലോ. കാരണം നമ്മൾ ഷെഡ്യൂളൊന്ന് തെറ്റി പല പരിപാടികളും നമുക്കുണ്ട്. എനിക്ക് വേണമെന്നില്ല. യുവതയുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ാമത്തെ വർഷം നടക്കുന്ന സംഗമത്തിൻ്റെ പരിപാടിയാണിത്. പൻപറക്കുന്നിൽ നിന്ന് ആരംഭിച്ചു നമ്മളിവിടെ എത്തി നിൽക്കുന്നു. ഇതിന് തളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല. അത് തെളിയിക്കുന്നതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ഈ സാന്നിധ്യം. അങ്ങനെ തളരുകയില്ല. അപ്പോൾ വിദ്യാലയം സൂചിപ്പിച്ചില്ലേ, ഇവിടെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിന് എവിടെയെങ്കിലും പേരാമ്പ്ര പ്രദേശത്തോ ഇനി കേരളത്തിൽ തന്നെയോ ഇങ്ങനെയൊരു കൂട്ടായ്മ ഇതുപോലുള്ള പരിപാടികളുമായിട്ട് മുന്നേറുന്നത് ഇല്ല. ഒരു അപൂർവ സംഭവം തന്നെയാണ്. നമ്മളെ ഒന്നിപ്പിക്കുന്ന യുവത എന്ന ആ വികാരം ശക്തമാണ്. അത് ഏറെക്കാലം നിലനിൽക്കുകയും ചെയ്യും, സംശയമില്ല. മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകും. 1980 മുതൽ 86 വരെയുള്ള ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ വളരെ നല്ല ഒരു കാലഘട്ടം എന്ന് പറയാം. വിദ്യാഭ്യാസം കഴിഞ്ഞ് വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്കും എത്താതെ ഇരിക്കുന്ന ആ ഒരു വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം അത് ആയിരുന്നു എൻ്റെ യുവതയിലെ ജീവിതം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ
യേശു മാഷും ഞാനും ഒക്കെ വളരെ അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നിങ്ങളിൽ പലരെയും ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും നിങ്ങൾ ഇപ്പോൾ എന്നേക്കാൾ വലിയവരായി എൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നിങ്ങളിരിക്കുന്ന ആ ചെറിയ രൂപം അത് മനസ്സിൽ കാണും. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, ശ്ലോകം എന്ന് പറയാം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. അതിൽ പഠിപ്പിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഏതായാലും ഇരിക്കുന്ന ആൾക്കാരിൽ ഒരു 90% പേര് പല മേഖലയിലും എനിക്ക് നേരിട്ടറിയാം എന്നൊരു സംശയമില്ല. അവിടെ പഠിച്ച ആൾക്കാർ പല മേഖലയിലും, ട്രഷറിയിലും പോലീസിലും വക്കീലായും യൂണിവേഴ്സിറ്റിയിലും എല്ലാ മേഖലയിലുള്ളപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളോടുള്ള സമീപനം പല കാര്യത്തിലും എനിക്ക് നല്ലൊരു അനുഭവമായി മാറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവതാ കോളേജുള്ള സമയത്ത് നമുക്ക് 2 കോളേജാണ് അവിടെ സക്സസ് ഉണ്ടാകുമോ. യുവതയാണെങ്കിൽ പല സ്ഥലങ്ങളിലും മേപ്പയ്യൂര്. പൂർവ്വ വിദ്യാർത്ഥിയും രവീന്ദ്രനാഥ ടാഗോർ സ്മാരക ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ മീഡിയ വിഷൻ റിപ്പോർട്ടർ CK ബാലകൃഷ്ണനെയും 52 സംഗീത വർഷങ്ങളുടെ തിളക്കം പേരാമ്പ്രയ്ക്കായി സമ്മാനിച്ച മൊയ്തി പേരാമ്പ്രയെയും ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ബാബു തത്തക്കാടൻ, രാജബാലൻ, KK മൂസ, ഗോപിനാഥൻ, T ഉസ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മഞ്ജുള സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സദാനന്ദൻ കോറോത്ത് നന്ദി പറഞ്ഞു. തുടർന്ന് യുവതാ സംഗമം കലാപ്രവർത്തകർ നയിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശബ്ദം വരുന്നില്ല, മൈക്കിൽ വരുന്നില്ല.
ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.